ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നിർത്തിയായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ബാബർ മെയ്ഡ് ഈസ് ഫസ്റ്റ് റെയ്ഡ് ഇൻ ടു ഇന്ത്യ. അതായത് എന്നാണ് ബാബർ ആദ്യമായിട്ട് ഇന്ത്യ ആക്രമിച്ചത്. അതൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1519 അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രാധാന്യം ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സിലബസിൽ തന്നെ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. പണ്ടത്തെ സിലബസിലാണെന്നുണ്ടെങ്കിൽ ഈ മുഗൾ എംപറർ, പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ പിന്നീടുള്ള എക്സാമുകളിൽ ഈ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും നിങ്ങൾ ഒരു ഏകദേശം ഒരു അറിവ് ഇതിനെക്കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. കാരണം റാൻഡംലി ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെന്നല്ല, കുറച്ച് ചാൻസ് ഉണ്ട് ഇത് ചോദിക്കാനുള്ളത്. ബാബർ ആയാലും അക്ബർ ആയാലും ഈ പാനിപ്പത്ത് യുദ്ധം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം, രണ്ടാം പാനിപ്പത്ത് യുദ്ധം, അങ്ങനെ 3 പാനിപ്പത്ത് യുദ്ധങ്ങൾ, പിന്നെ അങ്ങനത്തെ മേജറായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ 1519. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡിസൈഡ് വിച്ച് ഓഫ് ദ ഗിവൻ അസംഷൻസ് ഈസ് ഓർ ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് അസംഷൻസ്, അതായത് ഊഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ചോദ്യത്തിൽ ബിവെയർ ഓഫ് ഡോഗ് എ സൈൻ ബോർഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു ബിവെയർ ഓഫ് ഡോഗ്, അതായത് പട്ടിയുണ്ട് സൂക്ഷിക്കുക, ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡിൽ അർത്ഥം വയ്ക്കുന്ന അസംഷൻസ് ഇതിലേതാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോഗ്സ് പ്രൊട്ടക്ട് ദ ഹൗസ്, ഡോഗ്സ് പ്രൊട്ടക്ട് ദ ഹോം. രണ്ടാമത്തെ അസംഷനായിട്ട് പറഞ്ഞത് ഡോഗ്സ് ആർ ദ മോസ്റ്റ് ലോയൽ അനിമൽസ്. അപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പറഞ്ഞിട്ടുള്ള അസംഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷെ നമ്മൾക്ക് ഇവിടെ എഴുതേണ്ടത് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇതിൽ ഡോഗ്സ് പ്രൊട്ടക്ട് ദ ഹോം, അതായത് ബിവെയർ ഓഫ് ഡോഗ് സൈൻ ബോർഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ വീടിൻ്റെ മുമ്പിലൊക്കെയാണല്ലോ ഈ സൈൻ ബോർഡ് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക. ആ പട്ടി ആ വീട് സംരക്ഷിക്കുന്നുണ്ട് എന്ന് അതിലർത്ഥം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്സ് ആർ ദ മോസ്റ്റ് ലോയൽ അനിമൽ. ഈ മോസ്റ്റ് ലോയൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഒന്നാമത് ഈ ബിവെയർ ഓഫ് ഡോഗ് എന്നുള്ള സൈൻ ബോർഡിൽ അത് ഇംപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഈ ചോദ്യം നോക്കാം. ഇതൊരു എന്താ പറയുക, 2 പൈപ്പ് ഫില്ല് ചെയ്യണ ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എക്സും വൈയും പൈപ്പുകൾ 12 മിനിറ്റും 16 മിനിറ്റും വെച്ച് എടുക്കും. അതൊരു ഇതെന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ടാങ്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് വൈ എന്നുള്ള പൈപ്പ് അടയ്ക്കേണ്ടത് അതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് മൊത്തം എടുക്കും ഈ ടാങ്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് എടുത്താണ് ആ ടാങ്ക് നിറയുന്നത്. ആ ടാങ്ക് 20 മിനിറ്റിൽ കറക്റ്റ് നിറയാൻ വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ പൈപ്പായ വൈ എത്ര സമയം കഴിയുമ്പോൾ അടച്ചിടണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് ഏതായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന പൈപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 20 മിനിറ്റ് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എക്സ് മാത്രമാണ് പൈപ്പ് യൂസ് ചെയ്തായിരുന്നെന്നുണ്ടെങ്കിൽ 32 മിനിറ്റ്
32 മിനിറ്റ് എടുത്തിട്ടാണ് അത് നിറയുക. ആ 32 മിനിറ്റിൽ 20 മിനിറ്റ് ഈ പൈപ്പ്, അതായത് എക്സ് പൈപ്പ് അത് വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 32 ബൈ 32 എങ്ങനെ മൈനസ്, ഇപ്പോൾ ഇവിടെ കിട്ടും 12/32. ഈ 12/32 എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 മിനിറ്റിൽ നിറയണ പൈപ്പും കൂടിയും ഇതിൻ്റെ കൂടെ ഉണ്ട്. ആ 16 മിനിറ്റിൽ ടാങ്ക് നിറയ്ക്കാൻ കഴിയണ ആ പൈപ്പ് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം വർക്ക് ചെയ്യണമെന്നാണ്. അതായത് ഓൾറെഡി ഈ എക്സ് എന്ന പൈപ്പ് 20 മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വൈ എന്ന പൈപ്പ് എത്ര മിനിറ്റ് വർക്ക് ചെയ്താലാണ് ഇത്രയും നിറയാനുള്ളത്, ഈ 12/32 എന്നുള്ള ഭാഗം നിറയാൻ എത്ര സമയം എടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം 6/16 എന്ന് കിട്ടും. ഈ 6/16 എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഈ 16 മിനിറ്റിൽ ടാങ്ക് നിറയണ ആ പൈപ്പും അത് 6 മിനിറ്റ് പ്രവർത്തിക്കണം. പിന്നെ 32 മിനിറ്റിൽ മൊത്തമായിട്ട് ആ ടാങ്ക് നിറയ്ക്കണ ആ പൈപ്പ് 20 മിനിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരം. അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ്, അത് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The organization that follows certain business ethics have better chance of survival compared to those who only goal is to earn profit. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള എയിം അല്ലാതെ എത്തിക്സ് മുന്നിൽ എത്തിക്സിന് പ്രാധാന്യം കൊടുത്തു വരുന്ന ബിസിനസ്സിന് കൂടുതൽ സർവൈവൽ ചാൻസ്. അപ്പോൾ അതിൻ്റെ അസംഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എ റിട്ടേൺ കോഡ് ഓഫ് എത്തിക്സ് ടു ലെറ്റ് ദ എംപ്ലോയീസ് നോ the do's and don'ts of an organization is important. അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അവിടെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഒരു എഴുതപ്പെട്ട ഒരു രേഖ അവിടെ വയ്ക്കുന്നത് നല്ലതായിരിക്കുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഷുഡ് ഫോക്കസ് ഓൺ ട്രെയിനിങ് എംപ്ലോയീസ് ഓൺ കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്സിൻ്റെ മലയാളം എന്താണ്? മൂല്യങ്ങളാണ്. അപ്പോൾ മൂല്യങ്ങളെക്കുറിച്ച് എംപ്ലോയീസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ അവർക്ക് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് അസംഷനും ഇതിൽ ഇവിടെ ഇംപ്ലിസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഈ രണ്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അമിത് ഈസ് ഓൾഡർ ദാൻ മനീഷ്, വിഷ്ണു ഈസ് ഓൾഡർ ദാൻ മനീഷ് ബട്ട് യങ്ങർ ദാൻ അമൃത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റാങ്കിങ് ചെയ്യണം. അമിത് ഈസ് ഓൾഡർ ദാൻ മനീഷ്. അപ്പോൾ അമിത് മുകളിൽ വരും, മനീഷ് താഴെ വരും. ആൻഡ് വിഷ്ണു ഈസ് ഓൾഡർ ദാൻ മനീഷ്. അപ്പോൾ വിഷ്ണു മനീഷിനേക്കാളും ഓൾഡറാണ്. അപ്പോൾ വിഷ്ണുവിനെ മുകളിൽ ഇവിടെ എഴുതാം. പക്ഷേ ഈ പറഞ്ഞ ബട്ട് യങ്ങർ ദാൻ അമൃത്. അപ്പോൾ വിഷ്ണു മനീഷിൻ്റെ മുകളിൽ വരും, പക്ഷേ അമൃതിനേക്കാളും താഴെയാണെന്ന് വരും. അപ്പോൾ അമൃത്, വിഷ്ണു, മനീഷ്. പിന്നെ ദിവാകർ ഈസ് യങ്ങർ ദാൻ രാകേഷ്. അപ്പോൾ ദിവാകർ
യങ്ങർ ദാൻ രാകേഷ്. അപ്പോൾ 6ൻ്റെ താഴെ ദിവാകർ വരും. മനീഷ് ദിവാകർ ഈസ് യങ്ങർ ദാൻ രാകേഷ് ആൻഡ് മനീഷ്. യങ്ങർ ദാൻ അപ്പോൾ ദിവാകർ ഈസ് യങ്ങർ ദാൻ രാകേഷ് ആൻഡ് മനീഷ്. മനീഷിനേക്കാളും രാകേഷിനേക്കാളും യങ്ങർ ആണ് ദിവാകർ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ മനീഷ് ഈസ് ഓൾഡർ ദാൻ രാകേഷ്. മനീഷ് ഓൾഡർ ദാൻ രാകേഷ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? ഒന്നാമത്തെ ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ, നാലാമത്തെ ആൾ, അഞ്ചാമത്തെ ആൾ. സ്റ്റേറ്റ്മെൻറ്റ് ഹു ഈസ് ദ എൽഡസ്റ്റ്. അപ്പോൾ ഈ എൽഡസ്റ്റ് ആരെന്ന് നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും മുകളിൽ എടുക്കുന്ന അമൃതാണ് എൽഡസ്റ്റ്. അപ്പോൾ അമൃതാണ് ഉത്തരം. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തതിനെ പോലെ തന്നെ ഇതിൽ എൽഡർ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ, യങ്ങർ ആണെന്നുണ്ടെങ്കിൽ താഴെ, അത് അങ്ങനെ എഴുതി വയ്ക്കുക. എല്ലാം ഒരേ ലൈനിൽ എഴുതണ്ട. അതിന് അടുത്ത പെയർ കിട്ടുമ്പോൾ നമ്മൾ അതിൽ യങ്ങർ ആരാണോ എൽഡർ ആരാണോ എന്ന് ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഏറ്റവും അവസാനം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യാം. എന്നാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സീറോസ്. റൂട്ട് 0.7. ഇതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് 0.836. അതിൽ പിന്നെ നമുക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഒരു മെൻ്റൽ എബിലിറ്റിയാണ് ഇതിൽ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആർക്ക്, അതായത് സെമി സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുന്നു. പിന്നെ അതൊരു സർക്കിളായിട്ട് മാറുന്നു. പിന്നെ അടുത്തതിൽ 2 സ്ക്വയർ ബ്രാക്കറ്റാണ്, അത് പിന്നെ സ്ക്വയറായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഉത്തരം. സിമ്പിൾ ചോദ്യങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങൾ ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഞാൻ എഴുതുന്ന ടൈമിൽ കഥകളി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണെന്നൊക്കെയുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അതൊരു ഫ്രീ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ആസാമിൽ എക്സാം എഴുതുന്നവർക്ക് ബിഹു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മളത് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്ട് ഈസ് SP സുനിൽ ഈസ് റിലേറ്റഡ്. അത് ഹോക്കിയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്റ്റ്. ദ ഒബ്ജെക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ 5 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു FS. ഇതിൽ വർക്ക് ഡൺ എന്ന് F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ്. എൻ്റെ എഴുത്തൊന്നും ശരിയാവുന്നില്ല, അതിൽ മനസ്സിലാക്കണം. പിന്നെ S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇപ്പോൾ എത്ര ദൂരം മുന്നോട്ട് പോയി, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഈച്ച് ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോഡ് ബൈ ആർഗ്യുമെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ആർഗ്യുമെൻ്റ് ആണ്. ഈസ് മോർണിംഗ് ഡോസ് ഓഫ് കോഫി ഗുഡ് ഫോർ ഹെൽത്ത്. അതായത് രാവിലെ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ടുള്ളൂ യെസ് കോഫി കണ്ടെയ്ൻസ് ഹൈ ആൻറ്റി ഓക്സിഡൻസ് ആൻഡ് മെനി മിനറൽസ് വിച്ച് സപ്ലൈ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ടു ദ ബോഡി. അപ്പോൾ ഇതിൽ അതാണ് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, കാരണം അതിൽ ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ മിനറൽസും ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്സ് നോക്കാം. No, consuming too much coffee lead to panic, anxiety attack and also reduce quality of sleep. അതായത് ഇതിലൂടെ ഈ ആർഗ്യുമെൻറ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം,
ഇതിൽ ടു മച്ച് കോഫി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അളവൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ഒരാൾ ചായ കുടിക്കണമെങ്കിൽ 1 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ കുടിക്കും. ടു മച്ച് കോഫി അതിപ്പോൾ എന്തായാലും അധികം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നോർമലി ഒരാൾ 1-2 കപ്പ് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു ഫാർ ഫെച്ച്ഡ് കൺക്ലൂഷനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരിധി വിട്ടുപോയ ഒരു ആർഗ്യുമെൻ്റാണ്. ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓൺലി ആർഗ്യുമെൻറ്റ് 1 ഈസ് സ്ട്രോങ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതൊക്കെ നമ്മുടെ യുക്തി ടെസ്റ്റ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ശരിയാണെന്ന് തോന്നുമ്പോൾ മാത്രം എഴുതുക. കാരണം ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചിന്തിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ യുക്തി അനുസരിച്ച് എഴുതുക. പിന്നെ പരമാവധി ഇങ്ങനത്തെ ചോദ്യങ്ങൾ പുറകിലോട്ടായിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് റേഞ്ച് ഒരു 70 മാർക്കൊന്നും കിട്ടുന്നില്ല എങ്കിൽ മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് അടിച്ച് പോകും. ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്. ലീപ്പ് ഡാഷ് ജമ്പ്. അപ്പോൾ വാക്ക് ഡിസെൻറ്റ് ബൗൺസ് റൺ. അപ്പോൾ ഈ ലീപ്പ് ജമ്പ് എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് ആയിട്ട് വരും. അപ്പോൾ അതിന് സാമ്യമായിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് ബൗൺസാണ്. ഈ കൊത്തിപ്പൊങ്ങുക എന്നല്ലേ, ബോളൊക്കെ ഇടുന്ന പോലെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് ഓഡ് വൺ ഔട്ടാണ് പറഞ്ഞത്. സം വേ ഈസ് ഡിഫറെൻറ്റ്. 4 words have been given below, of which 3 are alike in same way and 1 is different. Choose the odd one out. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് സാധാരണ വല്ല മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ പക്ഷികളുടെയോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ചൊക്കെ നമുക്ക് എളുപ്പത്തിലുള്ള കുറച്ച് വേർഡ്സ് ആയിരിക്കും തരാം. പക്ഷേ ഇതിലിവിടെ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഈ ISM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ NIT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, CBI എന്ന് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ ബാക്കി രണ്ട് എന്താണെന്നുള്ള കാര്യം അറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ISM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻ, ധൻബാദ്. ഇത് CBI പിന്നെ അറിയാലോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. NIT എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വാറങ്കൽ. BHU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വാരണാസിയിലുള്ളത്. അപ്പോൾ ഇത് 3 എണ്ണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരെണ്ണം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അപ്പോൾ അതിലാണ് ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലൊരു മിറർ ഇമേജാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ മിറർ ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു A ആണ് ആൻസർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന സ്ക്വയർ, അതിൻ്റെ ഉള്ളിലെ സ്ക്വയർ എന്ന് പറയുന്നത് റൈറ്റ് ബോട്ടമാണ്. അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചുള്ളത് നോക്കാം. അപ്പോൾ അതൊരിക്കലും അതിൻ്റെ മിറർ ഇമേജ് അതേപോലെ ആയിരിക്കില്ല, സിമിലർ ആയിരിക്കില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ഈ റൈറ്റ് ബോട്ടം ഭാഗത്ത് കണ്ടിട്ടുള്ള ഇമേജ് ഇപ്പുറത്ത് വരുമ്പോൾ ലെഫ്റ്റ് ബോട്ടം ആവും. അപ്പോൾ അത് നോക്കിയാൽ മതി, ലെഫ്റ്റ് ബോട്ടം ഉള്ളത് നോക്കാം. അപ്പോൾ അത് ആദ്യത്തെ തന്നെ A ആണ് അതിൻ്റെ ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചൂസ് ദ കറക്റ്റ് ഫിഗർ ദാറ്റ് വിൽ ഫിറ്റ് ഇൻ ദ ബ്ലാങ്ക് സ്പേസ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഇതിലിപ്പോൾ ബ്ലാങ്ക് സ്പേസിലിരിക്കുന്ന ഇമേജ് ഏതായിരിക്കും? ഇത് ഒന്ന് നോക്കാം. ആദ്യത്തെ ബോക്സിൽ ഒരു ട്രയാങ്കിളാണ്, താഴെ സ്ക്വയറാണ്. പിന്നെ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഈ സ്ക്വയർ വരും. ഈ സ്ക്വയറിൻ്റെ മുകളിൽ ഒരു ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു മുകളിലോട്ടുള്ള ഒരു ആംഗിൾ വരും. അപ്പോൾ അതായത് ഈ സ്ക്വയറിന് ഒരു ആംഗിളും കൂടി, ഒരു വശം കൂടി വന്നു. ഇപ്പോൾ ഇവിടെ 4 വശങ്ങളായിരുന്നു, ഇതിപ്പോൾ 5 വശങ്ങളായി. ഇനി ഇപ്പുറത്ത് ഈ 5 വശം, ഇത് നടുവിലുള്ള ഈ 5 വശമുള്ള ആ ഫിഗർ നടുവിലുമായി, അതിൻ്റെ മുകളിൽ സ്ക്വയർ വന്നു. അപ്പോൾ അതായത് ഇവിടെ ഉള്ള ട്രയാങ്കിളിന് പകരം ഈ സ്ക്വയർ ഇവിടെ വരാണ്. ഇനിയിപ്പോൾ അടുത്ത ഫിഗർ വരുമ്പോൾ ഈ താഴെയുള്ള ഫിഗർ ഈ ട്രയാങ്കിളുടെ അതേ രൂപമായിട്ട് ഈ ട്രയാങ്കിളുടെ ഉള്ളിൽ വന്ന ആ ഫിഗർ ഉണ്ടല്ലോ, അതിൻ്റെ സ്ഥാനത്ത്
5 വശങ്ങൾ മാറിയിട്ട് 6 വശങ്ങളുള്ള ഫിഗറായിട്ട് മാറും. എന്നിട്ട് ഈ മുകളിലുള്ള ഫിഗർ ഉണ്ടല്ലോ, അതായത് മൂന്നാമത്തെ ബോക്സിലെ മുകളിലുള്ള ആ സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയർ ഈ 6 വശങ്ങളുള്ള ഈ ഫിഗറിൻ്റെ ഔട്ടറിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ സ്ക്വയറിൽ അതിനുള്ളിൽ ഈ ട്രയാങ്കിളിൻ്റെ പുറത്തായിട്ട് ഒരു സ്ക്വയറും കൂടി ഉണ്ട്. ആ സ്ക്വയർ ഇപ്പുറത്തേക്ക് വരും. ഈ സ്ക്വയറിന് പകരം അവിടെ എന്ത് ചെയ്യും, സ്ക്വയറിന് 4 വശങ്ങളാണ്, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു വശങ്ങൾ കൂടിയിട്ട് അത് 5 വശമുള്ള ഫിഗറായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആയിട്ട് വരും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് വേണം ഇത് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ എത്ര മതി, കാരണം അധികം ടൈം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി റിവൈൻഡ് അടിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്ക് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം അറിയാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിത് ക്ലാസ് മുന്നിലോട്ട് പോകുന്നത്. ആരെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ആ ഭാഗം മാത്രം കറക്റ്റായിട്ട് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ചിന്തയുടെ പുറത്താണ് ഞാൻ ഇത്രയും ഷോർട്ടായിട്ട് പറയുന്നത്. എന്നാൽ സാധാരണഗതിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എൻ്റെ എക്സ്പ്ലനേഷൻ എന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ താങ്ക് യു.